എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹ്യുണ്ടായി അൽക്കസർ 2024 ഫേസ് ലിഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഹ്യുണ്ടായി ഈ വാഹനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എസ്തെറ്റിക് വശം നോക്കുകയാണെങ്കിൽ പഴയ അൽക്കസറിനെക്കാട്ടിലും ഒന്നുകൂടി അട്രാക്റ്റീവ് ഡിസൈനിലാണ് ഈ വാഹനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നുകൂടി സ്പോർട്ടിയർ ലുക്ക് ആയിട്ടുണ്ട്. പഴയ അൽക്കസറിനെക്കാട്ടിലും കുറച്ചുകൂടി ഭംഗി കൂട്ടിയിട്ടുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ LED DRL ഇങ്ങനെയാണ് വരുന്നത്. എച്ച് ഷേപ്ഡ് LED DRL ആണ്. പിന്നെ ലോങ് റണ്ണിങ് ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്വാഡ് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ക്വാഡ് ബീം LED ഹെഡ് ലാംപ്സ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ റേഡിയേറ്റർ ഗ്രില്ല് ഒരു ഡാർക്ക് ക്രോം ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്, ഇത്തിരി ബോൾഡ് ഡിസൈനിന് വേണ്ടിയിട്ട്. പിന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത് 18 ഇഞ്ചിൻ്റെ. പിന്നെ നമ്മൾ പിന്നോട്ട് വരികയാണെങ്കിലും ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. കണക്റ്റഡ് ലോങ് ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. നമ്മളിപ്പോഴത്തെ ഒരു ട്രെൻഡ് പോലെയാണല്ലോ, ഒരു ലെങ്ത് ആയിട്ട് വരുന്ന ടെയിൽ ലാംപ്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇങ്ങനെയാണ് മൊത്തത്തിൽ കാണുക. അപ്പോൾ പഴയ അൽക്കസറിനെക്കാട്ടിലും എത്രയോ ഡിസൈനിൽ ഭംഗി കൂട്ടിയിട്ടുണ്ട് ഹ്യുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ചേഞ്ചസ് ഹ്യുണ്ടായി എക്സ്റ്റീരിയറിൽ വരുത്തിയിട്ടുള്ളത് ഡിസൈനിൽ. പിന്നെ നമുക്ക് സീക്വൻഷ്യൽ LED ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ പെർഫോമൻസിലേക്ക് അടക്കാം. അപ്പോൾ 2 എഞ്ചിനാണ് വരുന്നത്. 1.5 ലിറ്റർ ഡീസലും 1.5 ലിറ്റർ പെട്രോൾ ടർബോ എഞ്ചിനും. അപ്പോൾ ഡീസലിലും നമുക്ക് 6 സ്പീഡ് മാനുവൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അത് 116 PS ഓഫ് പവർ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ 250 Nm ഓഫ് ടോർക്കും. പിന്നെ നമുക്ക് ടർബോ പെട്രോളിൽ 6 സ്പീഡ് മാനുവലും 7 സ്പീഡിൻ്റെ DCT ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഗിയർ ബോക്സാണ് വരുന്നത്. അതിൽ 160 PS ഓഫ് പവറും അതുപോലെ തന്നെ 253 Nm ഓഫ് ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി നമ്മൾ ഇൻറ്റീരിയേഴ്സിലേക്ക് വരികയാണെങ്കിൽ അടിപൊളിയാക്കിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്രയും ഒരു ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രയും പ്രീമിയം ഇൻറ്റീരിയേഴ്സാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഡുവൽ ടോൺ കളർ കാണാൻ നല്ല ഭംഗിയാണ്. അതിന് അവർ വിളിക്കുന്നത് നോബിൾ ബ്രൗൺ ആൻഡ് ഹേസ് നേവി ഇൻറ്റീരിയേഴ്സ് എന്നാണ്. പിന്നെ നമുക്ക് 6 സീറ്റർ വേർഷനിൽ സെക്കൻഡ് റോ ക്യാപ്റ്റൻ സീറ്റ്സിൻ്റെ തൈ കുഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് 6 സീറ്റർ വേർഷനിൽ മാത്രമാണ് പറ്റൂ. നമ്മൾ സെക്കൻഡ് റോയ്ക്ക് വരികയാണെങ്കിൽ ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ട് റോയിലും അതുപോലെ തന്നെ സെക്കൻഡ് റോയിലും വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ 8 വേ പവർ ഡ്രൈവർ ആൻഡ് പാസഞ്ചർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയും സെക്കൻഡ് റോയിലും ഫസ്റ്റ് റോയിൽ പോലെ തന്നെ വയർലെസ് ചാർജർ വരും. പിന്നെ നമുക്ക് ചെറിയൊരു സീറ്റ് ബാക്ക് ടേബിൾ വരുന്നുണ്ട്. അതായത് ഫ്രണ്ട് റോയിൻ്റെ പിന്നിൽ സെക്കൻഡ് റോ സീറ്റിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ലാപ്ടോപ്പ് പോലെ ചെറിയൊരു IT ഐറ്റംസ് എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് റോയിൻ്റെ പിന്നിൽ. അതിൽ തന്നെ ചെറിയൊരു റിട്രാക്റ്റബിൾ കപ്പ് ഹോൾഡറും ഘടിപ്പിച്ചിട്ടുണ്ട്. AC വെൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡുവൽ സോൺ ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ, അതായത് DATC വിത്ത് ടച്ച് കൺട്രോളാണ് വരുന്നത്. സ്പീക്കർ സിസ്റ്റം ബോസിൻ്റെ ആണ്. അതിൽ 8 സ്പീക്കേഴ്സാണ് വരുന്നത്. വോയിസ് കൊണ്ട് നമുക്ക് നമ്മുടെ പനോരമിക് സൺറൂഫ് തുറക്കാം. അത് പക്ഷേ പെട്രോൾ വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് റോയിൽ വയർലെസ് ചാർജർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെമ്മറി സീറ്റ്സ് ആണ് വരുന്നത്. ആംബിയൻറ്റ് ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ കോ പാസഞ്ചറിൻ്റെ അവിടെയുള്ള ഒരു ഹൊറിസോണ്ടൽ AC വെൻ്റ് ഒരു സ്പെഷ്യൽ ഒരു ഈസ്തെറ്റിക്കലി ഭംഗിയുള്ളൊരു ടൈപ്പിലാണ് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു മാഗ്നറ്റിക് പാഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വല്ല ഫോട്ടോ എന്തെങ്കിലും മാഗ്നറ്റ് കൊണ്ട് വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കാം. പിന്നെ നമുക്ക് 3 ഡ്രൈവ് മോഡ് വരുന്നുണ്ട്: മഡ്, സാൻഡ്, സ്നോ, അതുപോലെ തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ്. പിന്നെ ഇത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. പിന്നെ നമുക്ക് സേഫ്റ്റി ആയിട്ട് ഇതിൽ ലെവൽ 2 അഡാസ് ആണ് വരുന്നത്. പിന്നെ ഹ്യുണ്ടായുടെ സ്മാർട്ട് സെൻസ് വരുന്നുണ്ട്. 6 എയർ ബാഗ്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഹിൽ ഡെസൻറ്റ് കൺട്രോള്, 4 വീലും ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അതായത് ESC, ഫ്രണ്ട് ആൻഡ് റെയർ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. സറൗണ്ട് വ്യൂ മോണിറ്റർ, SVM പറയും. അതായത് വണ്ടിയുടെ 4 പുറം കാണാൻ പറ്റും 360 ഡിഗ്രി ക്യാമറ പോലെ. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ അതും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും യൂണീക്കായിട്ട് ഏറ്റവും ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിജിറ്റൽ കീ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫോണിൽ നിന്ന് ഈ വാഹനം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ഒരു ഫീച്ചർ ഈ ഹ്യുണ്ടായി ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു യൂണീക്ക് ഫീച്ചർ അതാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഹ്യുണ്ടായി അൽക്കസർ ഫേസ് ലിഫ്റ്റ് വേർഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. അതായത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റാ.